നമസ്തേ, ഞാൻ ഡോക്ടർ മിനി നായർ. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. മെയിൻസും എക്സാമും ആൾക്കാരുടെ ഇൻ്റർവ്യൂവും ഒക്കെ കൂടെ ഒരു കലുഷ്യമായൊരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ടാണ് താമസിച്ചു പോയത്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയ ബാച്ച് ഫെബ്രുവരി 5-നാണ് തുടങ്ങുന്നത്. അത് പ്രിലിംസിന് മുമ്പ് തീരുന്നൊരു ബാച്ച് ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിലിംസ് മെയ് 25 ആയതുകൊണ്ട് അപ്പോൾ ഒരു മെയ് 5-ാം തീയതി തീരത്തക്ക വണ്ണമാണ് ആ ബാച്ച് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരത്തെ തീരേണ്ടുന്നതായതുകൊണ്ട് 3 കൂടുതൽ ദിവസങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. സാധാരണ കാലത്തെയാണ് എല്ലാ ദിവസവും ക്ലാസ് കേട്ടോ. കാലത്ത് 7 മുതൽ 8:30 വരെയാണ് ക്ലാസ്. ആഴ്ചയിൽ 3 ദിവസമാണ് സാധാരണ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും അതിൽ കവർ ചെയ്യും. ഈ സമയം കൊണ്ട് തന്നെ കവർ ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ ഉദ്ദേശിക്കുന്നവർ വിളിക്കണം. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. സീനിയേഴ്സിന് പതിവ് പോലെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. പക്ഷേ അവസാനം വരെ ക്ലാസ്സിൽ കാണണം. സാധാരണഗതിയിൽ ആരും അങ്ങനെ ക്ലാസ്സിലൊന്നും കാണാറില്ല. ഒരു 105 പേരൊക്കെയുള്ള ക്ലാസ്സിൽ ആകെ വരുന്നത് അവസാനമാകുമ്പോൾ 25 പേരൊക്കെയാണ്. അപ്പോൾ സീനിയേഴ്സിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ പുതുതായിട്ട് ചേരുന്നവർ വിചാരിക്കുമോ ഞങ്ങളും ഇങ്ങനെയൊക്കെ മതിയെന്ന്. അതുകൊണ്ട് ക്ലാസ്സിൽ സീനിയേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളവർ വിളിക്കണം കേട്ടോ. ടെലഗ്രാമിൽ മെസ്സേജ് ചെയ്യണം. ഫെബ്രുവരി 5-ാം തീയതിയാണ് പുതിയ ബാച്ച് തുടങ്ങുന്നത്. ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ച കാലത്തെ 7 മണിക്കായിരിക്കും ക്ലാസ്. ഓക്കെ. പിന്നെ ജോയിൻ ചെയ്യണം എന്നുള്ളവർ നേരത്തെ വിളിച്ച് അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ കുറച്ച് പേര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളവർ അഡ്മിഷൻ എടുക്കണം. അല്ല പഴയ ആൾക്കാർ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പഴയ ആൾക്കാർ ഫെബ്രുവരി 3-നോ അല്ലെങ്കിൽ ഫെബ്രുവരി 2-നൊക്കെ വിളിച്ചാലും മതി. വിളിക്കോ ടെലഗ്രാമിൽ മെസ്സേജ് ചെയ്യുകയോ വേണം. ഏത് ബാച്ചായിരുന്നു പഠിച്ചിരുന്നതെന്നും പറയണം കേട്ടോ. എന്നാലല്ലേ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കണം കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. വിളിച്ചാൽ മതി. ഫോൺ നമ്പറും